അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹപാഠികളെ, SSOയുടെ നോളജ് ഫെസ്റ്റിൻ്റെ ഭാഗമായി 22, 23 തീയതികളിൽ നടത്തുന്ന ഓഫ് സ്റ്റേജ് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ചില വിശദീകരണമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ശരിയ പ്ലസ്, ഷി പ്ലസ്, സാനവിയ, ബക്കാലറിയ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സര പരിപാടികളിൽ വ്യത്യസ്തവും ആകർഷണീയവുമായ ചില മത്സര പരിപാടികളുടെ വിശദീകരണം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായും കഥാരചനാ മത്സരം. ശരിയ പ്ലസിന് നൽകപ്പെടുന്ന വിഷയത്തിൽ ഒരു കഥ രചിക്കുക എന്നുള്ളതാണ്. സാനവിയ വിഭാഗത്തിന് നൽകപ്പെടുന്ന വാക്കുകളിൽ ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കഥ രചിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് 5 or 6 വാക്കുകൾ നൽകും. നിങ്ങൾ ഏത് ഭാഷയിലാണോ എഴുതുന്നത് ആ ഭാഷയിൽ 5 or 6 വാക്കുകൾ നൽകും. ആ വാക്കുകൾ നിങ്ങളുടെ കഥയിൽ ഉപയോഗപ്പെടുത്തിയാണ് രചിക്കേണ്ടത്. ബക്കാലറിയ വിഭാഗത്തിന് നൽകപ്പെടുന്ന ഖണ്ഡിക അഥവാ ചില വരികൾ നിങ്ങൾക്ക് നൽകും. ആ വരികൾ നിങ്ങളുടെ കഥയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, തുടക്കത്തിലോ മധ്യഭാഗത്തോ അവസാനത്തിലോ എവിടെയെങ്കിലുമായി നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അടുത്തതായി കവിതാ രചനാ മത്സരം. നൽകപ്പെടുന്ന ചിത്രത്തിൻ്റെ ആശയം ഉൾക്കൊണ്ട് കവിത രചിക്കുക. ഏത് വിഭാഗത്തിനും നമ്മൾ ചില ചിത്രങ്ങൾ നൽകും. ആ ചിത്രങ്ങൾ നിങ്ങൾ കണ്ട് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ കവിത രചിക്കേണ്ടത്. ശരിയ പ്ലസിന് വേണ്ടിയിട്ടുള്ള പദക്കേളി മത്സരം. നിങ്ങളുടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യാനും എത്രത്തോളം പദസമ്പത്ത് വിദ്യാർത്ഥികൾക്കുണ്ട് അതിനനുസരിച്ച് മൂല്യനിർണ്ണയം നടത്തുന്നതിന് വേണ്ടി ഒരു വിഷയം നൽകുകയും ആ വിഷയത്തിൽ പരമാവധി പദങ്ങൾ നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ വാക്കുകൾ നൽകപ്പെടുന്ന വിഷയത്തിൽ എഴുതുന്ന വിദ്യാർത്ഥിയായിരിക്കും മത്സര വിജയായി ഉണ്ടാവുക. അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും മത്സരം നടക്കുന്നതാണ്. അടുത്തതായി കൊളാഷ് നിർമ്മാണ മത്സരം. ശരിയ പ്ലസിനായിരിക്കും മത്സരം ഉണ്ടാവുക. 3 ദിവസം മുമ്പ് നൽകപ്പെടുന്ന 3ഓളം വിഷയങ്ങളുണ്ടാകും. ആ വിഷയങ്ങളിൽ അവിടുന്ന് ജൂറി നൽകുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വൃത്തിയോടെ ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ചാർട്ട് ഒഴികെ മറ്റു എല്ലാ നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികളും വിദ്യാർത്ഥികൾ കൊണ്ടുവരേണ്ടതാണ്. ക്വിസ് മത്സരം. ശരിയ പ്ലസിനും സാനവിയ വിദ്യാർത്ഥികൾക്കുമാണ് ഇതുണ്ടാകുന്നത്. മത്സരത്തിന് തയ്യാറാകേണ്ട ഭാഗം 10 ദിവസം മുമ്പ് നൽകും. ഏതെങ്കിലും ഒരു വിഷയ സംബന്ധമായിട്ടായിരിക്കും മത്സരം ഉണ്ടാവുക. ഉദാഹരണത്തിന് രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ കേരളമെന്നോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകും. ആ വിഷയത്തിൽ കുട്ടികൾ പരമാവധി പഠിച്ച് തയ്യാറാവുകയും ചോദ്യ പേപ്പറിൽ ഉത്തരം എഴുതുന്ന പോലെയായിരിക്കും നിങ്ങളുടെ മത്സര രീതി ഉണ്ടാവുക. അവിടുന്ന് സൂപ്പർവൈസർ കൊണ്ടുവരുന്ന ആ പേപ്പറിൽ തന്നെയായിരിക്കും നിങ്ങൾ ഉത്തരം എഴുതി തിരിച്ച് നൽകുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാവുക. ബ്ലർബ് നിർമ്മാണ മത്സരം. നൽകപ്പെടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഭാവിയിൽ രചിക്കാൻ പോകുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ആശയം നൽകും. ആ പുസ്തകം നിങ്ങൾ ഭാവിയിൽ രചിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പുറംചട്ടയിൽ ഉണ്ടാകുന്ന ആ ഒരു ഖണ്ഡിക എങ്ങനെയായിരിക്കും എന്നുള്ള രൂപത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അതാണ് ബ്ലർബ് രചനാ മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഹിസ്റ്ററി റൈറ്റിംഗ് മത്സരം. 7 ദിവസം മുമ്പ് നൽകുന്ന വിഷയത്തിൽ ചരിത്ര രചനയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒരു ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ പരമാവധി ചരിത്ര വിശകലനം എഴുതുകയും അത് നിങ്ങൾക്ക് മാതൃഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും എഴുതാവുന്നതാണ്. അത് ബക്കാലറിയ വിഭാഗത്തിനും സാനവിയ വിഭാഗത്തിനുമായിരിക്കും ആ മത്സരം ഉണ്ടാവുക. അടുത്തത് മൊഡ്യൂൾ റൈറ്റിംഗ് മത്സരം. ബക്കാലറിയ വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ മത്സരം ഉണ്ടാവുക. 1 ദിവസം മുമ്പ് നിങ്ങൾക്ക് നൽകുന്ന വിഷയത്തിൽ നിങ്ങൾ ആ വിഷയം ഗഹനമായി പഠിച്ച് ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന രൂപത്തിലുള്ള പാഠ്യക്കുറിപ്പ് തയ്യാറാക്കലാണ് ഈ മത്സരത്തിൻ്റെ ഉദ്ദേശം. ഇനി ചില മത്സരങ്ങൾക്ക് നേരത്തെ വിഷയം നൽകുമെന്ന് അറിയിച്ചതായിരുന്നു. ആ തീയതികൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജനറൽ വിഭാഗം പ്രൊജക്റ്റ് സബ്മിഷൻ മത്സരത്തിന് 14 ദിവസം മുമ്പാണ് വിഷയം നൽകുന്നത്. ജനുവരി 9 അത് നിങ്ങൾക്ക് നൽകും. ക്വിസ് മത്സരം. ശരിയ പ്ലസ് സാനവിയ വിഭാഗത്തിന് ജനുവരി 13 ബുക്ക് റിവ്യൂ മത്സരം ജനുവരി 13, റിസർച്ച് എസ്സേ ജനുവരി 13 എന്നീ തീയതികളിലും. ഹിസ്റ്ററി റൈറ്റിംഗ് സാനവിയ ബക്കാലറിയ വിഭാഗത്തിന് 7 ദിവസം മുൻപാണ് നൽകുന്നത്. ജനുവരി 15 അത് നൽകുന്നതാണ്. ബ്രോഷർ മേക്കിംഗ് മത്സരം ജനുവരി 17 നൽകും. കൊളാഷ് മത്സരം 3 ദിവസം മുമ്പാണ് നൽകുന്നത്. അത് ജനുവരി 19 നൽകുന്നത്. ഫീച്ചർ രചനാ മത്സരം ജനുവരി 21 നൽകും. അഥവാ 1 ദിവസം മുമ്പായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. മൊഡ്യൂൾ മേക്കിംഗ് മത്സരം അതും 1 ദിവസം മുമ്പ് ജനുവരി 21 നിങ്ങൾക്ക് നൽകുന്നതാണ്.